നമസ്കാരം സുഹൃത്തുക്കളെ. ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഞാൻ നിന്നോട് ചെയ്ത തെറ്റുകൾ നീ എന്നോട് ക്ഷമിക്കുകയില്ലേ? ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഉറപ്പായിട്ടും ഈ വ്യക്തി നിങ്ങളോട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയോട് ക്ഷമിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഈ വ്യക്തി അങ്ങനെ നിങ്ങളോട് ചോദിക്കുവാൻ ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ വ്യക്തിക്ക് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ്? നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്താപമുണ്ടോ? ഇതൊക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത്. സത്യത്തിൽ നമുക്ക് ഇന്നത്തെ വായനയിൽ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് വളരെയധികം ഭക്തരുടെ ഊർജമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൽ വളരെയധികം വിശ്വസിക്കുകയും ദേവി ആയിക്കോട്ടെ ദേവനായിക്കോട്ടെ വളരെയധികം വിശ്വാസത്തോടു കൂടിയും അതിനോട് എന്തെന്നില്ലാത്ത ഒരു ആത്മാർത്ഥതയോട് കൂടിയും മുന്നോട്ട് പോകുന്ന, വളരെ പ്രാർത്ഥിച്ച് ഭയഭക്തി ബഹുമാനത്തോടു കൂടി മുന്നോട്ട് പോകുന്ന വ്യക്തികളെയാണ് നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു പ്രണയബന്ധത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുപാട് നേർച്ചകളും കാഴ്ചകളും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അന്നൊന്നും നിങ്ങൾക്ക് വേണ്ടത്ര കഴിയുന്നത്ര സന്തോഷിപ്പിക്കുന്ന ഫലം ഉണ്ടായിരുന്നില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്നത് ഒരു പരിഹാസ കഥാപാത്രം മാത്രമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്കുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. എന്നാൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ ദൈവത്തെ പോലെയായിരുന്നു, ദൈവത്തിന് തുല്യമായിട്ടാണ് നിങ്ങൾ ഈ വ്യക്തിയെ നോക്കിയിരുന്നത്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും പോസിറ്റിവിറ്റിയിലേക്ക് ജീവിതത്തെ കൈപിടിച്ചുയർത്തുവാനും ശ്രമിക്കുന്ന ഒരു വ്യക്തികളാണ് നിങ്ങൾ. അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എപ്പോഴും ഉയരത്തിൽ തന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുക, ഉയരത്തിൽ തന്നെയാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക. കീഴ്പോട്ട് ചിന്തിക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടാറില്ല. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള വ്യക്തികളാണ്. എന്നാൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും അല്ലെങ്കിൽ പ്രതീക്ഷകൾക്കും അനുസരിച്ച് ഉയരുവാൻ ഈ വ്യക്തി ശ്രമിച്ചില്ല എന്നുള്ളത് തന്നെയാണ് സത്യമായിട്ടുള്ള കാര്യം. ഈ പ്രണയബന്ധത്തിൽ നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു. ഒരുപാട് സ്വപ്നങ്ങൾ വേണമെന്നും ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു. ഒരുപാട് ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അതെല്ലാം ലഭിക്കും എന്നുള്ള വിശ്വാസത്താൽ നിങ്ങൾ സസൂക്ഷ്മം നിരീക്ഷണത്തോടെയും പ്രാർത്ഥനയോടെയും ഇരുന്നു. എന്നാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യത്തിൽ അത്രയും അങ്ങോട്ട് ആത്മാർത്ഥത കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ വ്യക്തി എപ്പോഴും കുറച്ച് അത്യാർത്ഥിയായിട്ടുള്ള ഒരു സ്വഭാവ പ്രകൃതമുള്ള വ്യക്തി തന്നെയായിരുന്നു. അത് നമുക്ക് ഈ വായനയിൽ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ഈ വ്യക്തി എപ്പോഴും നല്ല മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ തേടിപ്പോകുന്ന ഒരു പ്രകൃതം കൂടിയാണ്. അവിടെ മാനസികപരമായിട്ടുള്ള സ്നേഹമോ ബന്ധങ്ങളോ അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുമുള്ള ചിന്തകളും ഈ വ്യക്തിക്കില്ല. ഈ വ്യക്തിയുടെ മനസ്സ് എപ്പോഴും യാതൊരു തരത്തിലും ഫീലിങ്സും ഇമോഷൻസും ഇല്ലാത്ത ഒരു മനസ്സ് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോ നിങ്ങൾ ഈ വ്യക്തിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, യാചിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം നേരിട്ട് കാണുവാനോ മനസ്സിലേക്ക് ഏറ്റെടുക്കുവാനോ നിങ്ങളുടെ വിഷമം കണ്ട് അലിവ് തോന്നാനോ ഒന്നും തന്നെ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. ഈ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളും ഒരുപാട് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഈ വ്യക്തിക്ക് സ്വന്തമായി തന്നെ ഉള്ള പ്രയത്നത്തിലൂടെ വിജയിച്ച് കടന്നു വന്നിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്, ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് ആരുമായിട്ടും തന്നെ പരിധി വിട്ടിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാനോ മാനസികപരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റിലേക്ക് വരുവാനോ ഈ വ്യക്തി ശ്രമിച്ചിട്ടില്ല. ചുറ്റിനുമുള്ള വ്യക്തികൾ എല്ലാവരും തന്നെ തെറ്റായ ആൾക്കാരാണെന്നും അവര് പറയുന്നത് കള്ളമാണെന്നും ഞാൻ മാത്രമാണ് ശരി എന്നുള്ളൊരു ചിന്താഗതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഈ പേഴ്സൺ. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജത്തിലേക്ക് മാറുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണെന്ന് ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ആ ഒരു സമയത്ത് മനസ്സിലാക്കുവാനോ നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുവാനോ ഈ പ്രണയബന്ധത്തിന്റെ പ്രാധാന്യം എത്രമാത്രം ശക്തമാണ് എന്ന് തിരിച്ചറിയുവാനോ ഈ വ്യക്തി ശ്രമിച്ചിരുന്നില്ല.
ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുക എന്നുള്ളത് ഈ വ്യക്തിയുടെയും കൂടി ആവശ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പ്രണയബന്ധം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുടെയും അഗാധമായ ഒരു കണക്ഷനാണെന്നും ആഴമേറിയ സ്നേഹമാണെന്നും ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഈ വ്യക്തിക്ക് ഇപ്പോൾ ചുറ്റിനുമുള്ള മറ്റു വ്യക്തികളുമായി കൂട്ടുകൂടാനോ അവരുമായി സംസാരിക്കുവാനോ ഒരു ബന്ധത്തിൽ മുന്നോട്ടു പോകാനോ സാധിക്കുന്നില്ല. ഇപ്പോൾ ഈ വ്യക്തി തൻ്റെ വീട്ടിൽ സ്വന്തമായി ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുക, മറ്റാരുമായിട്ട് ബന്ധം വെക്കാതെ സ്വന്തം കാര്യം നോക്കി, അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാനുള്ള സന്തോഷമില്ലാതെ ഒരുപാട് ചിന്തകളോട് കൂടി വളരെ ആൻസൈറ്റിയോട് കൂടി ഇരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളുടെ പശ്ചാത്താപം പൂർണ്ണമായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ കിടന്നുകൊണ്ട് ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കത്തി ജ്വലിക്കുന്ന തീജ്വാല പോലെയാണ് ഈ വ്യക്തിയുടെ മനസ്സിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിക്ക് എന്തെന്നില്ലാത്ത ദുഃഖം വരുന്നുണ്ട്. ഒറ്റപ്പെടൽ, അതുപോലെ വളരെയധികം ബുദ്ധിമുട്ടുകൾ, ഇവയെല്ലാം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ട് ഈ വ്യക്തിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് കാപട്യമില്ല എന്നും കള്ളമില്ല എന്നും ഈ വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങൾ ഏറെ സത്യസന്ധരായിട്ടുള്ള വ്യക്തികളാണെന്നും നിങ്ങളെ ഉപേക്ഷിക്കുന്നത് മണ്ടത്തരമാണെന്നും നിങ്ങളുടെ സ്നേഹം വേണ്ട എന്ന് വെച്ചത് ബുദ്ധിമോശമായി പോയെന്നും ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നു. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവുമില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതായത് ഒന്നിനും ഒരു കുറവില്ലാത്ത ഒരു ജീവിതമാണ് ഈ വ്യക്തിക്കുള്ളത്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റാരോടും ഫീലിങ്സും അല്ലെങ്കിൽ മെന്റൽ അറ്റാച്ച്മെന്റും കാണിക്കേണ്ട ആവശ്യമില്ല. മാനസികപരമായിട്ടുള്ള അടുപ്പം എനിക്ക് ആരുമായി ആവശ്യമില്ല, എനിക്കുള്ളതെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണയായിരുന്നു ഈ വ്യക്തിക്കുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴോ നിങ്ങളുമൊത്ത് കൂട്ടുകൂടുവാനും അതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് വരുവാനും നിങ്ങളുടെ മനോഹരമായ സംസാരവും മുഖത്തെ പുഞ്ചിരിയും കാണുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി അതിയായി ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇവിടെ പല തീരുമാനങ്ങളിലേക്ക് ഈ വ്യക്തി എത്തിച്ചേരുന്നുണ്ട്. പല തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ഈ വ്യക്തി കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സന്യാസ യോഗവും ഒറ്റപ്പെട്ടുള്ള ജീവിതവും ഈ വ്യക്തിക്ക് മതിയായി തുടങ്ങിയിരിക്കുന്നു. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങളിലും എടുക്കുവാൻ സാധിക്കും എന്നും, എന്നാൽ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ പൂവണിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ, ഇവയെല്ലാം കുറിച്ചും ഈ വ്യക്തി നന്നായി തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നല്ല ദൈവത്തെ, അതായത് ദൈവത്തെ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുന്നതായിട്ടും അതിനുവേണ്ടി ഉപാസന കൈകൊണ്ടും വ്രതങ്ങൾ അനുഷ്ഠിച്ചും ഒക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരുപാട് സ്ത്രീകളെയും പുരുഷന്മാരെയും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം ഈ വ്യക്തിക്ക് ഇത്രയും കാലം നിങ്ങളുടെ സ്നേഹവുമായി ഈ വ്യക്തിയുടെ പുറകെ നടന്നെങ്കിൽ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ പുറകെ വരുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പുവശം വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ പ്രണയബന്ധത്തിന്റെ ഇപ്പോഴത്തെ ഒരു ഊർജം എന്ന് പറയുന്നത് വളരെയധികം സ്റ്റക്കായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഒരു സ്ഥലത്ത് നിന്നിരിക്കുകയാണ്. കടലിന്റെ നടുക്കടലിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഒരു വഞ്ചിയുടെ അവസ്ഥയാണ്. അവിടെ രക്ഷിക്കുവാനോ അല്ലെങ്കിൽ മറ്റ് ഒരു തരത്തിലുള്ള മാർഗവും കാണുവാനോ സാധിക്കാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷെങ്കിൽ പോലും ഒരു ദൈവത്തെ പോലെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു വെളിച്ചം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രണയബന്ധം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വഴിമാറി വരുന്നു. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയാകാം, ഈ വ്യക്തിയുടെയും പ്രാർത്ഥനയാകാം, മാനിഫെസ്റ്റേഷനും ആകാം. എന്തു തന്നെ ആയാലും ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ തേടി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്തു തന്നെയായാലും ഈ വ്യക്തിയുടെയും നിങ്ങളുടെയും മാനിഫെസ്റ്റേഷൻ പരിപൂർണതയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.